നമസ്കാരം. കേരള രാഷ്ട്രീയത്തെയും അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളെയും അടിമുടി ഉലച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസ് മുൻപെങ്ങുമില്ലാത്ത വിധം അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു നിയമഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. അധികാരം കൈമാറ്റം ചെയ്യപ്പെടുകയും ഭരണം മാറുകയും ചെയ്തെങ്കിലും മുൻ ഭരണകാലത്ത് നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ നിലവിലെ പ്രതിപക്ഷ നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഭരണകക്ഷിയും ബന്ധപ്പെട്ടവരും ഉന്നയിച്ചിരുന്ന വാദങ്ങളെല്ലാം അസ്ഥിരമാക്കുന്ന തെളിവുകളും വിവരങ്ങളുമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കേവലം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണം എന്നതിനപ്പുറമായിട്ട് വ്യക്തമായ തെളിവുകളുടെയും പണമിടപാടുകളുടെയും ഒക്കെ തന്നെ രേഖകളുടെയും പിൻബലത്തിൽ കേസിൻ്റെ വിചാരണ നടപടികൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയും കേസിൻ്റെ ഗതി പൂർണ്ണമായും തിരിച്ചുവിട്ട ഘടകവും കരിമണൽ കമ്പനി ഉടമ ഇഡിക്ക് നൽകിയ മൊഴിയാണ്. മുൻപ് നൽകിയ സാങ്കേതിക സേവനങ്ങൾക്കുള്ള പ്രതിഫലമാണ് കമ്പനിക്ക് ലഭിച്ചതെന്നും ഇത് തികച്ചും സുതാര്യമായ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബിസിനസ് ഇടപാടാണെന്നുമായിരുന്നു CPM നേതൃത്വവും വീണ വിജയനും നിരന്തരം വാദിച്ചിരുന്നത്. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് വീണയുടെ കമ്പനിയിൽ നിന്നും യാതൊരുവിധ സേവനവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് കരിമണൽ കർത്ത അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകുകയായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ പുറത്താണ് ഇത്തരമൊരു പണമിടപാട് നടന്നതെന്ന വെളിപ്പെടുത്തൽ മുൻ ഭരണ നേതൃത്വത്തിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതിനൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം പിടിച്ചെടുത്ത വീണ വിജയൻ്റെ ഐഫോൺ, അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നുള്ള ഡിജിറ്റൽ തെളിവുകളൊക്കെ കേസിൽ വീണയുടെ പങ്ക് അതിനിർണായകമായിട്ട് തെളിയിക്കുന്നതാണെന്നും ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സങ്കീർണമായിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കൺസൾട്ടൻസി സേവനങ്ങളൊക്കെ നൽകിയതായിട്ട് കാണിക്കാൻ ഇൻവോയ്സുകൾ ഉണ്ടാക്കി അയച്ചത് ഈ ഫോണിൽ നിന്ന് തന്നെയെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇമെയിലുകളിലൂടെയും അതോടൊപ്പം തന്നെ മറ്റ് ആശയവിനിമയ മാർഗങ്ങളിലൂടെയും നടന്ന ചർച്ചകളിൽ പണം കൈമാറ്റത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളതെന്നും ഒരു ഘട്ടത്തിൽ പോലും നൽകിയ സേവനങ്ങളെക്കുറിച്ച് വ്യക്തമായ വിശദീകരണങ്ങളിൽ നിന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപമുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഏജൻസി കടന്നതോടെ വീണയ്ക്ക് മുന്നിലുള്ള നിയമപരമായിട്ടുള്ള എല്ലാ വഴികളും അടയുകയാണ്. പണമിടപാടുകൾ സ്വന്തം ഫോണിലൂടെയും അതോടൊപ്പം തന്നെ അക്കൗണ്ടുകളിലൂടെയും നേരിട്ട് നടത്തിയത് കൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായ ധാരണയോടെയാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഈ തുക നൽകപ്പെട്ടതിൻ്റെ യഥാർത്ഥ കാരണം മുഖ്യമന്ത്രി നൽകിയ സേവനങ്ങളാണെന്ന നിഗമനത്തിലാണ് ED എത്തി നിൽക്കുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെയും ഒക്കെ പരിധിയിൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി നേരിട്ട് പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം ഇതോടെ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുന്നതും ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് ED കടന്നേക്കുമെന്നുമുള്ള വാർത്തകൾ നിലവിലെ പ്രതിപക്ഷ നിരയിൽ ഇപ്പോൾ വലിയ പരിഭ്രാന്തി പടർത്തിയിട്ടുണ്ട്. മുൻ ഭരണത്തലവൻ തന്നെ ഇത്തരമൊരു കേസിൽ വിചാരണ നേരിടേണ്ടി വരുന്നത് പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വശത്ത് ഉന്നത നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ മറുവശത്ത് നേതാക്കളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് നിയമം കയ്യിലെടുത്ത സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ ജീവിതാവസ്ഥ അതീവ ദയനീയമായി തന്നെ ഇവിടെ തീർന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വീണ വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ED പരിശോധന നടത്താനായിട്ട് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളൊക്കെ തന്നെ തടയുകയും ആക്രമിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ CPM പ്രവർത്തകർ കഴിഞ്ഞ മാസങ്ങളായി തന്നെ ജയിലിൽ കഴിയുകയാണ്. ഭരണം മാറുകയും പാർട്ടി പ്രതിപക്ഷത്താവുകയും ചെയ്തതോടെ തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി തെരുവിൽ ചോര ചിന്തിയ സാധാരണക്കാർക്ക് പാർട്ടിയിൽ നിന്നും പറയത്തക്ക സഹായങ്ങളോ സംരക്ഷണമോ ലഭിക്കുന്നില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ആഹ്വാനം ചെയ്യുമ്പോൾ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കാറുള്ള IP ബിനു, ആറ്റുകാൽ ഉണ്ണി തുടങ്ങിയ പ്രമുഖ പ്രാദേശിക നേതാക്കളാണ് നിലവിലിപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാതെ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സെക്രട്ടേറിയറ്റ്, AKG സെൻറ്റർ, സർവകലാശാല മേഖലകളിൽ പാർട്ടി നിർദ്ദേശങ്ങൾ കണ്ണടച്ച് നടപ്പിലാക്കിയിരുന്ന ബിനുവിനെ പോലെയുള്ളവർ സ്വന്തമായി ₹1 ലാഭം ഉണ്ടാക്കാതെയാണ് ഇത്തരം കേസുകളിൽ ചെന്നുപെട്ടിരിക്കുന്നത്. പ്രാദേശികമായി വലിയ സൗഹൃദ വലയമുള്ള അണിയറയിലെ അണികൾക്ക് സൂപ്പർ ഹീറോ ആയിരുന്ന ബിനുവിനെ പോലുള്ള പ്രകടനക്കാരെയൊക്കെ തന്നെ പോലും കേസിൽ പെട്ടപ്പോൾ തിരിഞ്ഞു നോക്കാൻ ഉന്നത നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന അമർഷം അണികൾക്കിടയിൽ ഇപ്പോൾ പുകയുന്നുണ്ട്. ഇവരുടെ രോഷപ്രകടനങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയാകുമെന്ന് ഭയന്ന് ജയിൽ സന്ദർശനത്തിന് പാർട്ടി കർശന വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിയമത്തിൻ്റെ വഴിയിൽ ജയിലിൽ കഴിയുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെയൊക്കെ തന്നെ കുടുംബങ്ങൾ നേരിടുന്ന ദുരന്തങ്ങൾ കരളലിയിക്കുന്നതാണ്. കാരണം മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണിയുടെ പിതാവ് മരണപ്പെട്ടപ്പോൾ സ്വന്തം അച്ഛൻ്റെ അവസാന ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാനോ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും തെല്ലൊന്നുമല്ല അവരെ വേദനിപ്പിച്ചിരിക്കുന്നത്. ഉന്നത നേതാക്കളുടെയും അതോടൊപ്പം തന്നെ അവരുടെ മക്കളുടെയും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തെരുവിലിറങ്ങി കേസുകളിൽപ്പെട്ട സാധാരണക്കാരുടെ കുടുംബങ്ങൾ പട്ടിണിയിലും അനാഥത്വത്തിലുമൊക്കെ തന്നെ ആഴുമ്പോൾ നേതാക്കൾ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലും ആഡംബര കാറുകളിലുമൊക്കെ സുരക്ഷിതരായിട്ട് കഴിയുന്നുവെന്ന സന്ദേശമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്ന ജനരോഷങ്ങളിലൂടെയൊക്കെ തന്നെ വ്യക്തമാകുന്നത്.
ഇതിനിടയിൽ ആക്രമണത്തിന് ഇരയായ തങ്ങളുടെ വാഹനങ്ങളുടെ നഷ്ടപരിഹാരം അത് ഉടമകൾക്ക് നൽകാൻ ED തയ്യാറായതും പ്രതികളായ പ്രവർത്തകർക്ക് നിയമപരമായി തന്നെ വലിയൊരു കെണിയായി അത് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം പൂർണ്ണമായിട്ടും തച്ചുടയ്ക്കപ്പെട്ട കാറുകളുടെയൊക്കെ തന്നെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ലക്ഷക്കണക്കിന് രൂപ കൈമാറിയ ED ഈ തുകയും അതിൻ്റെ പലിശയും കേസിൽ പ്രതികളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഈടാക്കാനുള്ള നിയമ നടപടികളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ അതിക്രമത്തിന് ഇരയായ 7 ഉദ്യോഗസ്ഥർക്കുണ്ടായ വലിയ മാനസിക ആഘാതത്തിന് കോടികളുടെ നഷ്ടപരിഹാരം പ്രതികൾ നൽകണമെന്ന ആവശ്യവും കോടതിക്ക് മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന പാവപ്പെട്ട പ്രവർത്തകർക്ക് ഇത് താങ്ങാൻ കഴിയാത്തത്ര വലിയ ബാധ്യതയായി തന്നെ മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അധികാരം കയ്യിലിരുന്നപ്പോൾ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും എതിരാളികളെ വേട്ടയാടുകയും ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ന് ഭരണം മാറിയ പുതിയ സാഹചര്യത്തിൽ കടുത്ത തിരിച്ചടികൾ നേരിടുകയാണ്. മുൻ ഭരണത്തിൽ ഒരു സൂപ്പർ DGPയൊക്കെ ചമഞ്ഞുകൊണ്ട് ഭരണം നിയന്ത്രിക്കുകയും പിണറായി വിജയന് വേണ്ടിയിട്ട് നിയമവിരുദ്ധ നടപടികൾക്ക് കുടപിടിക്കുകയും ചെയ്ത അജിത് കുമാറിനെ പോലെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നൊന്നായി തന്നെ ഇപ്പോൾ ക്രിമിനൽ കേസുകളിൽ പെടുകയാണ്. അച്ചടക്ക നടപടികൾക്ക് വിധേയരായിട്ട് സസ്പെൻഷൻ്റെയും സർവീസിൽ നിന്നുള്ള അപമാനകരമായിട്ടുള്ള പുറത്താക്കലിൻ്റെയും ഒക്കെ തന്നെ വക്കിലാണ് ഇവരെല്ലാം ഇപ്പോൾ നിൽക്കുന്നത്. അധികാര കസേരയിൽ ഇരുന്നപ്പോൾ കാണിച്ച അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും നിരപരാധികളെ വേട്ടയാടുന്നതിനുമുള്ള തിരിച്ചടിയാണ് പ്രകൃതി തന്നെ ഇപ്പോൾ ഇവർക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ കേവലം ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് എന്നതിനപ്പുറം രാഷ്ട്രീയ അധികാരവും അഹങ്കാരവും ചേർന്ന് സാധാരണക്കാരെയും നിയമ സംവിധാനങ്ങളെയും എങ്ങനെ ചൂഷണം ചെയ്ത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഈ മാസപ്പടി കേസ് മാറിയിരിക്കുകയാണ്. ഉന്നതരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്കും സാമ്പത്തിക ലാഭങ്ങൾക്കും കൂട്ടുനിന്ന സാധാരണ പ്രവർത്തകരും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒരുപോലെ വഞ്ചിക്കപ്പെടുകയും തിരുവാധാരമാവുകയും ചെയ്യുന്ന കാഴ്ചയ്ക്കാണ് നിലവിലെ കേരള രാഷ്ട്രീയം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നേതാക്കളും മക്കളുമൊക്കെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറുമ്പോൾ അവർക്ക് വേണ്ടി ബലിയാടുകളായിട്ടുള്ള സാധാരണക്കാരുടെ രോഷം വരും നാളുകളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല.